എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും സുസ്വാഗതം. കുറച്ച് ദിവസമായി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് മെയ് 14 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ എൻ്റെ ബർത്ത്ഡേ ഈ വർഷം പാരീസിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കിട്ടണം എന്നില്ല, അല്ലേ? നമ്മളിപ്പോൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും, പക്ഷെ അത് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഞാനും ഈ ആഗ്രഹം കുറേ കാലമായി ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഈ ആഗ്രഹം കൊണ്ട് നടന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ വർഷം മെയ് 13, 14, 15, 16 ഈ 4 ദിവസം ഞാൻ ഹോളിഡേ ബുക്ക് ചെയ്തു. പക്ഷേ എൻ്റെ വർക്ക് പ്ലേസിലെ മാനേജർ ആ ഡേറ്റ് ഡിക്ലൈൻ ചെയ്തു. പക്ഷേ ഞാൻ വിഷമിച്ചില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ആ 4 ദിവസം ഡിക്ലൈൻ ചെയ്തെങ്കിൽ എനിക്ക് ഈ വീക്കെൻഡ് എനിക്ക് കിട്ടുമോ എന്ന് നോക്കാം എന്ന രീതിയിൽ ഞാൻ ഈ മൺഡേയും ട്യൂസ്ഡേയും വീണ്ടും ഹോളിഡേ ബുക്ക് ചെയ്യും. ഭാഗ്യമെന്നേ പറയാനുള്ളൂ. സത്യത്തിൽ ഈ 2 ദിവസം എനിക്ക് ഹോളിഡേ കിട്ടി. ഭാഗ്യമാണ്, പരമഭാഗ്യം. കാരണം ഇവിടുത്തെ വർക്ക് പ്ലേസിൽ, പ്രത്യേകിച്ച് നമ്മൾ കെയർ സെക്ടറിലോ അല്ലെങ്കിൽ ഇത്തരം ജോലികളിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാനേജേഴ്സ് എപ്പോഴെങ്കിലും നമുക്ക് ഹോളിഡേ തരണം, നമ്മുടെ സൗകര്യമനുസരിച്ച് ഹോളിഡേ തരണം എന്നില്ല. അപ്പോൾ അത് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. കാരണം മെൻ്റൽ വെൽബീയിങ് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് യൂറോപ്പിലെ ജോലിക്കിടയിൽ. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മെൻ്റൽ ഹെൽത്ത്, എൻ്റെ ഫിസിക്കൽ ഹെൽത്ത്, അതോടൊപ്പം തന്നെ എൻ്റെ ജീവിത രീതി ഞാൻ വളരെയധികം ചിട്ടയോടുകൂടി ക്രമീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പൈസ കരുതി വെച്ച് നമ്മൾ കോടിപതികളായിട്ട് മരിക്കുമ്പോൾ ഒരു പൂ പോലും ഇടാതെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മിക്കാനും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്തോ എന്ന് നമ്മൾ വളരെയധികം പ്രായമാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതിൽ ഉപരി മെൻ്റൽ ഹെൽത്ത്, വെൽബീയിങ് അതിവിടെ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോളിഡേ ബുക്ക് ചെയ്ത് UK നിന്ന് പാരീസിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു എൻ്റെ ഫ്രണ്ടിനോടൊപ്പം. അങ്ങനെ ഇന്ന് സാറ്റർഡേ എത്തി. ഞാൻ ലാസ്റ്റ് വീക്ക് മുഴുവൻ വർക്ക് ചെയ്യുകയായിരുന്നു കേട്ടോ ചങ്കുകളെ. ലേറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, നമുക്ക് എവിടെയെങ്കിലും നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഹാപ്പിനെസ് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മളെപ്പോഴും ബി പോസിറ്റീവ്. നമുക്ക് കഷ്ടത വരുമ്പോൾ നമ്മൾ അത് ഇട്ടെറിഞ്ഞിട്ടോ നമുക്കെപ്പോഴും കഷ്ടതയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ ചിന്തിക്കാതെ നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സാറ്റർഡേ എത്തി. ഇന്നിപ്പോൾ ഞാൻ ലണ്ടനിൽ കിങ് ക്രോസ് സെൻറ്റ് ഫ്രാൻക്രാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഞാൻ പാരീസിലേക്ക് പോകുന്നത് യൂറോസ്റ്റാർ എന്ന് പറയുന്ന ട്രെയിനിലാണ്. അപ്പോൾ യൂറോസ്റ്റാറിൻ്റെ എൻട്രൻസ് അവിടെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും യൂറോസ്റ്റാർ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സീറ്റിംഗ് ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് 5:30 ആ ട്രെയിന് ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് പോകുന്നത്. നിങ്ങൾ ഓർക്കും ട്രെയിനിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടൊന്നും വേണ്ടായിരിക്കുന്നു. അല്ല, നിങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് മസ്റ്റായിട്ട് എടുക്കണം. ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. നിങ്ങൾ ഇത് എടുത്തേ പറ്റുള്ളൂ, റെഡ് പാസ്പോർട്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുകയാണ്.
ഞാൻ കേട്ടെടുത്തോളം ഈ ഒരു ട്രെയിൻ കടലിനടിയിൽ കൂടിയാണ് പോകുന്നത്. അപ്പം അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഞാനപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. 5:30 മണിക്ക് ഞാനൊരു 7 മണിയാകുമ്പോൾ പാരീസിലെത്തും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് യൂറോസ്റ്റാറിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഞാൻ പാരീസ് എന്തൊക്കെ കണ്ടു, എന്തൊക്കെയാണ് ഫുഡ്, അവിടുത്തെ ഭാഷ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് റീന ടു പാരീസ്.